ഫോർട്ട് കൊച്ചിയിലുള്ള ഞങ്ങളുടെ ചെറിയ ഫ്ലാറ്റിൻ്റെ ജാലകങ്ങളിൽ മഴ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. പുറത്തെ ഇടിമുഴക്കം പോലെ തന്നെ അസ്വസ്ഥത നിറഞ്ഞതായിരുന്നു എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് ശ്രീനിവാസൻ്റെ മനസ്സ്. മൂക്കിൻ തുമ്പത്ത് വെച്ച കണ്ണാടയിലൂടെ അദ്ദേഹം പത്രം സൂക്ഷ്മമായി പരിശോധിക്കുകയാണ്. ഡോക്ടർ മേനോൻ, തിരുവനന്തപുരത്തെ വഴുതക്കാട് നടന്ന ആ സംഭവത്തെക്കുറിച്ച് താൻ വായിച്ചോ? പത്രത്തിൽ നിന്ന് കണ്ണെടുക്കാതെ അദ്ദേഹം ചോദിച്ചു. ഞാൻ എൻ്റെ മെഡിക്കൽ ജേണൽ മാറ്റിവെച്ചു. ആ ഉപേക്ഷിക്കപ്പെട്ട ബംഗ്ലാവിലെ കാര്യമാണോ ഗോവിന്ദൻ നമ്പ്യാർ എന്ന വയോധികൻ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? ശ്രീനിവാസൻ പത്രം എനിക്ക് നേരെ നീക്കി. ആനന്ദ മന്ദിരത്തിൽ ദുരൂഹമരണം, ബലപ്രയോഗം നടന്ന ലക്ഷണങ്ങളില്ല എന്നതായിരുന്നു തലക്കെട്ട്. അതെ, ശ്രീനിവാസൻ തുടർന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വാഭാവിക മരണമാണ്, ഹൃദയാഘാതം എന്ന് അവർ വിധി എഴുതിക്കഴിഞ്ഞു. എന്നാൽ ഡോക്ടർ, എനിക്ക് ചില ചെറിയ കാര്യങ്ങൾ എൻ്റെ യുക്തിക്ക് നിരക്കുന്നില്ല. സത്യം പലപ്പോഴും ഒളിച്ചിരിക്കുന്നത് ഇത്തരം നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളിലാണ്. എന്താണത്? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. ശ്രീനിവാസൻ എഴുന്നേറ്റ് ജനലിലൂടെ പുറത്തെ മഴയിലേക്ക് നോക്കി നിന്നു. ഗോവിന്ദൻ നമ്പ്യാർ വളരെ ലളിതമായി ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിനടുത്ത് ഉണ്ടായിരുന്ന ആ പഴയ ക്ലോക്ക് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, മരണം നടന്നുവെന്ന് കരുതുന്ന കൃത്യം സമയത്ത് തന്നെ അത് നിന്നുപോയിരിക്കുന്നു. ഒരു ഹൃദയാഘാതം വരുന്ന നിമിഷം ആരെങ്കിലും തൻ്റെ ക്ലോക്കിന് കീ കൊടുക്കാൻ നിൽക്കുമോ? ഞാൻ ചിന്തിച്ചു. അതൊരു പക്ഷേ യാദൃച്ഛികമാകാം. ആകാം. അദ്ദേഹം തിരിഞ്ഞു നിന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ആ പഴയ തിളക്കം ഞാൻ കണ്ടു. പക്ഷേ പൂക്കളെ വെറുത്തിരുന്ന ആ മനുഷ്യൻ്റെ കയ്യിൽ വാടിക്കരിഞ്ഞ ഒരു പിച്ചിപ്പൂവ് ഉണ്ടായിരുന്നു. ആനന്ദമന്ദിരത്തിൻ്റെ പരിസരത്തെങ്ങും അത്തരമൊരു ചെടി പോലുമില്ല. മുറിക്കുള്ളിലാകെ പിച്ചിപ്പൂവിൻ്റെ ഗന്ധം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അടച്ചുപൂട്ടിയ ആ മുറിയിൽ ആ പൂവ് എങ്ങനെ വന്നു? അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയെടുത്തു. ഡോക്ടർ, ഇത് കേവലം ഒരു മരണമല്ല, ഇതൊരു നാടകമാണ്. മറ്റാരോ എഴുതി സംവിധാനം ചെയ്ത ഒരു നാടകം. നമുക്ക് നാളെ തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിക്കണം. ആനന്ദ മന്ദിരത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. പുറത്ത് മഴ കനത്തു. ഒരു വലിയ കൊടുങ്കാറ്റിൻ്റെ മുന്നോടിയെന്നോണം പ്രകൃതി ശാന്തമായി. ശ്രീനിവാസൻ്റെ നിഗമനങ്ങൾ ശരിയാണെങ്കിൽ ഞങ്ങൾ നേരിടാൻ പോകുന്നത് കേരളം ഇന്നുവരെ കാണാത്ത ഒരു ബുദ്ധിമാനായ കുറ്റവാളിയെയാണ്. അടുത്ത ദിവസം പുലർച്ചെ തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തെ വഴുതക്കാടുള്ള ആ പഴയ ബംഗ്ലാവിലെത്തി. ആനന്ദമന്ദിരം എന്ന പേരിന് വിപരീതമായി ആ വീട് ഭയാനകമായ ഒരു നിശബ്ദതയിൽ ആണ്ടുപോയിരുന്നു. കാടുപിടിച്ചു കിടക്കുന്ന മുറ്റവും തുരുമ്പിച്ച ഗേറ്റും ആ വീടിൻ്റെ ഏകാന്തത വിളിച്ചോതുന്നുണ്ടായിരുന്നു. ലോക്കൽ പോലീസ് ഇൻസ്പെക്ടർ വർഗീസ് ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീനിവാസൻ്റെ പഴയ സുഹൃത്തായതുകൊണ്ട് തന്നെ തടസ്സങ്ങളില്ലാതെ അകത്ത് കയറാൻ ഞങ്ങൾക്ക് അനുവാദം ലഭിച്ചു. ശ്രീനിവാസൻ, നീ എന്തിനാണ് വെറുതെ സമയം കളയുന്നത്? ഇൻസ്പെക്ടർ ചോദിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിഷാംശങ്ങളോ ബലപ്രയോഗത്തിൻ്റെ അടയാളങ്ങളോ ഒന്നുമില്ല. മരണം ഹൃദയാഘാതം മൂലമാണെന്ന് വ്യക്തം. ശ്രീനിവാസൻ ഒന്നും മറുപടി പറഞ്ഞില്ല. അദ്ദേഹം ആ മുറിയിലൂടെ വളരെ സാവധാനം നടന്നു. കയ്യിലുണ്ടായിരുന്ന ലെൻസ് ഉപയോഗിച്ച് തറയിലെ പൊടിപടലങ്ങൾ പോലും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം മൃതദേഹം കിടന്നിരുന്ന കട്ടിലിനടുത്തുള്ള മേശയ്ക്ക് താഴെ മുട്ടുകുത്തിയിരുന്നു. വർഗീസ്, ഈ ക്ലോക്ക് നിങ്ങൾ പരിശോധിച്ചോ? മേശപ്പുറത്തിരുന്ന ആ പഴയ തടി കൊണ്ടുള്ള ക്ലോക്കിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു. ഉവ്, അത് 12 മണിക്ക് നിന്നുപോയിരിക്കുന്നു. ഒരുപക്ഷെ അത് കേടായതാകാം. ഇൻസ്പെക്ടർ നിസ്സാരമായി പറഞ്ഞു.
അല്ല, ശ്രീനിവാസൻ പറഞ്ഞു. ഈ ക്ലോക്കിൻ്റെ ചില്ലിൽ നോക്കൂ. ഇവിടെ ഒരു ചെറിയ പോറൽ കാണാം. ആരോ ബലമായി ഇതിൻ്റെ സൂചി 12 ഉറപ്പിച്ചു നിർത്തിയതാണ്. ഇതിനർത്ഥം കൊലപാതകി നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സമയം 12 മണി എന്നാണ്. എന്നാൽ യഥാർത്ഥ മരണം എപ്പോഴാണ് നടന്നത്? ശ്രീനിവാസൻ ജനലിനടുത്തേക്ക് നീങ്ങി. ജനലുകൾ ഉള്ളിൽ നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. അദ്ദേഹം ആ കൊളുത്തുകൾ പരിശോധിച്ചു. പെട്ടെന്ന് അദ്ദേഹം ജനലിൻ്റെ മുകളിൽ ഭാഗത്ത് ഒട്ടിപ്പിടിച്ചിരുന്ന ഒരു ചെറിയ നൂൽ കഷ്ണം കണ്ടെത്തി. ഡോക്ടർ മേനോൻ, ഇവിടെ വരൂ. അദ്ദേഹം എന്നെ അരികിലേക്ക് വിളിച്ചു. ഈ നൂൽ കഷ്ണം ശ്രദ്ധിക്കൂ. ഇത് പട്ടിൻ്റെ നൂലാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന സാധാരണ വസ്ത്രങ്ങളുടേതല്ല ഇത്. അദ്ദേഹം മുറിയിലുണ്ടായിരുന്ന ഒരു ചെറിയ അലമാര തുറന്നു. അതിനുള്ളിൽ ചില പുസ്തകങ്ങളും മരുന്നുകളും ഉണ്ടായിരുന്നു. ശ്രീനിവാസൻ പെട്ടെന്ന് ഒരു ചെറിയ കുപ്പി കയ്യിലെടുത്തു. അതിൽ ലേബലൊന്നുമില്ലായിരുന്നു. ഇൻസ്പെക്ടർ, ഈ കുപ്പി ലാബിലേക്ക് അയച്ചിരുന്നോ? ഇല്ല, അതൊരു സാധാരണ ആയുർവേദ മരുന്നല്ലേ, അതുകൊണ്ട് ഞങ്ങൾ അയച്ചില്ല. ശ്രീനിവാസൻ ആ കുപ്പി തുറന്നൊന്നു മണത്തു നോക്കി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു വിചിത്ര ഭാവം മിന്നിമറഞ്ഞു. ഇത് മരുന്നല്ല വർഗീസ്, ഇത് പിച്ചിപ്പൂവിൻ്റെ സത്താണ്. പക്ഷേ ഇത് അമിതമായി ഉള്ളിൽ ചെന്നാൽ ഹൃദയമിടിപ്പ് നിലയ്ക്കാൻ സാധ്യതയുണ്ട്. ആർക്കും സംശയം തോന്നാത്ത വിധം ഹൃദയാഘാതം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അപൂർവ വിഷം. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഗോവിന്ദൻ നമ്പ്യാർ കൊല്ലപ്പെട്ടതാണോ? അതെ, ശ്രീനിവാസൻ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്. എല്ലാ വാതിലുകളും ഉള്ളിൽ നിന്ന് പൂട്ടിയ ഈ മുറിയിൽ കൊലപാതകി എങ്ങനെ കയറി, എങ്ങനെ പുറത്തുപോയി? ശ്രീനിവാസൻ ജനലിന് പുറത്തെ മരത്തിലേക്ക് നോക്കി. അവിടെ ഒരു കാക്ക കരയുന്നുണ്ടായിരുന്നു. ഇതൊരു അടഞ്ഞ മുറിയിലെ കൊലപാതകമാണ് ഡോക്ടർ. കുറ്റവാളി അതിബുദ്ധിമാനാണ്. പക്ഷേ അയാൾ ഒരു ചെറിയ തെറ്റ് ചെയ്തു. എന്ത് തെറ്റ്? ഞാൻ ചോദിച്ചു. ആ പിച്ചിപ്പൂവ്. ശ്രീനിവാസൻ മന്ദഹസിച്ചു. അത് അയാൾക്ക് ഇവിടെ ഉപേക്ഷിക്കേണ്ടി വന്നതല്ല. അതൊരു സന്ദേശമായിരുന്നു, ആർക്കോ വേണ്ടി നൽകിയ സന്ദേശം. ആനന്ദ മന്ദിരത്തിലെ പരിശോധനയ്ക്ക് ശേഷം ഞങ്ങൾ നേരെ പോയത് ഗോവിന്ദൻ നമ്പ്യാരുടെ വക്കീലിനെ കാണാനാണ്. ശ്രീനിവാസൻ്റെ നിഗമനം ശരിയാണെങ്കിൽ ഈ കൊലപാതകത്തിന് പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടാകണം. സ്വത്തോ പ്രതികാരമോ ഇതിലൊന്നായിരിക്കണം കാരണം. വക്കീൽ പത്മനാഭൻ പിള്ളയുടെ ഓഫീസ് പഴയ രീതിയിലുള്ള ഒരു കെട്ടിടത്തിലായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം അല്പം പരിഭ്രമിച്ചതുപോലെ എനിക്ക് തോന്നി. നമ്പ്യാരുടെ മരണം വലിയൊരു ആഘാതമാണ്. പത്മനാഭൻ പിള്ള നെടുവീർപ്പിട്ടു. പാവം മനുഷ്യൻ, ആരെയും ഉപദ്രവിക്കാതെ കഴിഞ്ഞിരുന്ന ഒരാൾ. ശ്രീനിവാസൻ തൻ്റെ തീക്ഷ്ണമായ കണ്ണുകൾ വക്കീലിന് നേരെ പതിച്ചു. ശരിയാണ് പിള്ള സാറേ, പക്ഷേ ആരെയും ഉപദ്രവിക്കാത്തവർക്കും ശത്രുക്കളുണ്ടാകാമല്ലോ. നമ്പ്യാരുടെ സ്വത്തുക്കൾ ആർക്കാണ് ലഭിക്കുക? അദ്ദേഹത്തിന് ബന്ധുക്കളായി ആരെങ്കിലുമുണ്ടോ? വക്കീൽ ഒരു ഫയൽ എടുത്തു മേശപ്പുറത്ത് വെച്ചു. അദ്ദേഹത്തിന് 2 മരുമക്കളുണ്ട്. ഒരാൾ രാഘവൻ, ഒരു ബിസിനസ്സുകാരനാണ്, ഇപ്പോൾ കടക്കെണിയിലാണെന്ന് കേൾക്കുന്നു. രണ്ടാമത്തെയാൾ മാധവൻ, ഒരു പ്രശസ്തനായ നാടക നടനാണ്. നമ്പ്യാർക്ക് ഇവരോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടു തന്നെ അദ്ദേഹം തൻ്റെ സ്വത്തുക്കൾ മുഴുവൻ ഒരു ട്രസ്റ്റിന് എഴുതിവെക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാണോ, അതോ എഴുതിവെച്ചോ? ശ്രീനിവാസൻ പെട്ടെന്ന് ചോദിച്ചു. ഉവ്, ആ വിൽ തയ്യാറാക്കിയിരുന്നു. പക്ഷേ അതിൽ ഒപ്പിടാനിരുന്നതിൻ്റെ തലേ ദിവസമാണ് അദ്ദേഹം മരിച്ചത്, വക്കീൽ പറഞ്ഞു. ശ്രീനിവാസൻ എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. കേസ് തെളിയുന്നു എന്നതിൻ്റെ ലക്ഷണമായിരുന്നു ആ പുഞ്ചിരി. അപ്പോൾ നമ്പ്യാർ മരിച്ചതുകൊണ്ട് ആർക്കാണ് ലാഭം? തീർച്ചയായും ആ 2 മരുമക്കൾക്കും. ഡോക്ടർ, നമുക്ക് രാഘവനെയും മാധവനെയും ഒന്ന് പരിചയപ്പെടണം. തിരികെ വരുന്ന വഴിയിൽ ശ്രീനിവാസൻ വളരെ ചിന്താവിഷ്ടനായിരുന്നു. ഡോക്ടർ മേനോൻ, ആ പിച്ചിപ്പൂവിൻ്റെ ഗന്ധം ഓർമ്മയുണ്ടോ? മാധവൻ ഒരു നാടക നടനാണെന്ന് വക്കീൽ പറഞ്ഞത് ശ്രദ്ധിച്ചോ?
പഴയകാല നാടകങ്ങളിൽ പിച്ചിപ്പൂവ് ഒരു പ്രധാന പ്രതീകമായിരുന്നു. അന്ന് വൈകുന്നേരം ഞങ്ങൾ രാഘവനെ കാണാൻ പോയി. അയാൾ വളരെ അസ്വസ്ഥനായിരുന്നു. എനിക്ക് അമ്മാവൻ്റെ സ്വത്തിൽ കണ്ണില്ല, അയാൾ ആവർത്തിച്ചു പറഞ്ഞു. പക്ഷെ അയാളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ശ്രീനിവാസൻ അയാളുടെ വീടിൻ്റെ ഉമ്മറത്ത് കിടന്ന ഒരു ജോഡി ചെരുപ്പുകൾ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടു. അതിൽ ചുവന്ന മണ്ണുണ്ടായിരുന്നു. ആനന്ദമന്ദിരത്തിൻ്റെ പരിസരത്തെ മണ്ണും സമാനമായ നിറമുള്ളതായിരുന്നു. തുടർന്ന് ഞങ്ങൾ മാധവനെ കാണാൻ പോയി. അയാൾ തികച്ചും വ്യത്യസ്തനായിരുന്നു. തികഞ്ഞ ശാന്തൻ. സംസാരത്തിൽ ഒരു നടൻ്റെ ഗാംഭീര്യം. അമ്മാവൻ പോയത് കഷ്ടമായി, മാധവൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിറയെ പഴയ നാടകങ്ങളുടെ പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു. ഒരു മൂലയിൽ ഇരുന്നിരുന്ന മേശപ്പുറത്ത് ചില മേക്കപ്പ് സാധനങ്ങളും. ശ്രീനിവാസൻ അവിടേക്ക് നടന്നു ചെന്നു. മാധവൻ സാറേ, താങ്കൾ അവസാനം അഭിനയിച്ച നാടകം ഏതാണ്? ശ്രീനിവാസൻ ചോദിച്ചു. വസന്തത്തിൻ്റെ മരണം എന്നൊരു നാടകമായിരുന്നു. അതിൽ ഞാനൊരു പൂക്കച്ചവടക്കാരൻ്റെ വേഷമാണ് ചെയ്തത്, മാധവൻ മറുപടി നൽകി. ശ്രീനിവാസൻ മേശപ്പുറത്തിരുന്ന ഒരു ചെറിയ പെട്ടി തുറന്നു. അതിൽ പട്ടിൻ്റെ നൂലുകൾ ഉണ്ടായിരുന്നു. ആനന്ദമന്ദിരത്തിലെ ജനലിൽ കണ്ട അതേ നൂലുകൾ. ഞാൻ ഞെട്ടലോടെ ശ്രീനിവാസനെ നോക്കി. കുറ്റവാളി മാധവനാണോ? എന്നാൽ ശ്രീനിവാസൻ ഒന്നും മിണ്ടിയില്ല. തിരികെ ഫ്ലാറ്റിലെത്തിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഡോക്ടർ, സംശയിക്കുന്നവർ രണ്ടുപേരും കൃത്യമായ സൂചനകൾ നൽകുന്നുണ്ട്. രാഘവൻ്റെ ചെരുപ്പിലെ മണ്ണും മാധവൻ്റെ മുറിയിലെ പട്ടുനൂലും. പക്ഷേ ഇതിലൊരാൾ നിരപരാധിയാണ്. മറ്റൊരാൾ നമ്മളെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ ബോധപൂർവം തെളിവുകൾ സൃഷ്ടിച്ചതാണ്. ആരാണ് കുറ്റവാളി? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. അതറിയാൻ നമുക്ക് ഒരിക്കൽ കൂടി ആനന്ദമന്ദിരത്തിലേക്ക് പോകണം. പക്ഷേ ഇത്തവണ രാത്രിയിൽ ആരും കാണാതെ വേണം പോകാൻ. രാത്രി 10 മണിയോടെ ഞങ്ങൾ ആനന്ദമന്ദിരത്തിന് മുന്നിലെത്തി. മഴ പെയ്തു തോർന്നിരുന്നുവെങ്കിലും മരങ്ങളിൽ നിന്ന് വീഴുന്ന തുള്ളികൾ അന്തരീക്ഷത്തെ കൂടുതൽ നിഗൂഢമാക്കി. കയ്യിലുണ്ടായിരുന്ന ടോർച്ച് തെളിക്കാതെ നിലാവെളിച്ചത്തിൽ ഞങ്ങൾ ആ പഴയ ബംഗ്ലാവിലേക്ക് പതുങ്ങിച്ചെന്നു. ശ്രീനിവാസൻ, നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു. ഡോക്ടർ, ഒരു കുറ്റവാളി എത്ര ബുദ്ധിമാനാണെങ്കിലും താൻ ചെയ്ത കൃത്യം പൂർണ്ണമായോ എന്ന് പരിശോധിക്കാൻ അയാൾ മടങ്ങി വരും. പ്രത്യേകിച്ചും അയാൾ അവിടെ എന്തെങ്കിലും മറന്നു വച്ചിട്ടുണ്ടെന്ന് സംശയിച്ചാൽ. ശ്രീനിവാസൻ പതിഞ്ഞ ശബ്ദത്തിൽ മറുപടി നൽകി. ഞങ്ങൾ ബംഗ്ലാവിൻ്റെ വശത്തുള്ള വലിയ മാവിൻ ചുവട്ടിൽ ഒളിച്ചു നിന്നു. ആ മരത്തിൻ്റെ ചില്ലകൾ നമ്പ്യാർ മരിച്ച മുറിയുടെ ജനലിനടുത്തേക്ക് നീണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ബംഗ്ലാവിൻ്റെ മതിൽ ചാടി ഒരു നിഴൽ രൂപം അകത്തേക്ക് വരുന്നത് ഞങ്ങൾ കണ്ടു. ആ രൂപം വളരെ പരിചിതമായ ഒരു ലാഘവത്തോടെയാണ് നീങ്ങുന്നത്. അയാൾ നേരെ ചെന്നത് മൃതദേഹം കണ്ടെത്തിയ മുറിയുടെ ജനലിനടുത്തേക്കായിരുന്നു. ജനലിനു പുറത്തെ മരച്ചില്ലയിൽ പിടിച്ചു തൂങ്ങി അയാൾ വളരെ വേഗത്തിൽ മുകളിലേക്ക് കയറി. നോക്കൂ ഡോക്ടർ, ശ്രീനിവാസൻ എൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. അതൊരു സർക്കസുകാരൻ്റെയോ അല്ലെങ്കിൽ അഭ്യാസിയായ ഒരാളുടെയോ ചലനങ്ങളാണ്. ജനലിൻ്റെ ഒരു ഭാഗം അയാൾ പുറത്തുനിന്ന് എന്തോ ഉപകരണം ഉപയോഗിച്ച് സാവധാനം തുറന്നു. അയാൾ അകത്തേക്ക് കടന്നതും ശ്രീനിവാസൻ ആഞ്ഞു വിളിച്ചു, ഇൻസ്പെക്ടർ വർഗീസ്, ഇപ്പോൾ. പെട്ടെന്ന് പരിസരമാകെ പോലീസിൻ്റെ ടോർച്ച് വെളിച്ചം നിറഞ്ഞു. മരത്തിന് മുകളിലുണ്ടായിരുന്ന ആൾ പരിഭ്രമിച്ച് താഴേക്ക് ചാടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് അവനെ വളഞ്ഞു. വെളിച്ചത്തിൽ അയാളുടെ വ്യക്തമായി അത് ഗോവിന്ദൻ നമ്പ്യാരുടെ മരുമകൻ രാഘവനായിരുന്നു. അപ്പോൾ രാഘവൻ തന്നെയാണോ കൊലപാതകി? ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു. രാഘവൻ്റെ വസ്ത്രങ്ങളിൽ ചെളി പുരണ്ടിരുന്നു. അയാളുടെ കണ്ണുകളിൽ ഭയമായിരുന്നു. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു കത്ത് തിരഞ്ഞു വന്നതാണ്, അയാൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ശ്രീനിവാസൻ അയാളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. രാഘവൻ, താങ്കൾ എന്തിനാണ് ഈ ജനലിലൂടെ അകത്ത് കയറാൻ ശ്രമിച്ചത്? താങ്കളുടെ അമ്മാവൻ മരിച്ച രാത്രിയിലും താങ്കൾ ഇവിടെ വന്നിരുന്നല്ലേ? രാഘവൻ തലകുനിച്ചു. വന്നിരുന്നു.
കടബാധ്യതകൾ തീർക്കാൻ എനിക്ക് കുറച്ച് പണം ആവശ്യമായിരുന്നു. ഞാൻ അമ്മാവനോട് ചോദിക്കാൻ വന്നതാണ്. പക്ഷേ ഞാൻ എത്തുമ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുകയായിരുന്നു. ഭയം കാരണം ഞാൻ ആരോടും പറഞ്ഞില്ല. അമ്മാവൻ എനിക്കായി ഒരു കത്ത് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം മുൻപ് പറഞ്ഞിരുന്നു. അത് വക്കീൽ കാണുന്നതിന് മുൻപ് എടുക്കാൻ വന്നതാണ് ഞാൻ. ഇൻസ്പെക്ടർ വർഗീസ് അയാളെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ശ്രീനിവാസൻ തടഞ്ഞു. നിൽക്കൂ വർഗീസ്, രാഘവനൊരു മോഷണ ശ്രമം നടത്തിയിരിക്കാം, പക്ഷേ ഇയാൾ കൊലപാതകിയല്ല. എന്തുകൊണ്ട്? ഇൻസ്പെക്ടർ ചോദിച്ചു. കാരണം ശ്രീനിവാസൻ ആ ജനലിലേക്ക് വിരൽ ചൂണ്ടി. ഈ ജനലിലൂടെ അകത്തേക്ക് കയറാൻ രാഘവൻ ഒരുപാട് കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടു. എന്നാൽ കൊലപാതകം നടന്ന രാത്രിയിൽ കുറ്റവാളി അകത്ത് കയറിയത് വളരെ നിശബ്ദമായും ലക്ഷണങ്ങൾ അവശേഷിപ്പിക്കാതെയുമാണ്. രാഘവൻ ഇന്ന് വന്നത് ആ പഴയ പട്ടുനൂൽ അവിടെ ഉണ്ടോ എന്ന് നോക്കാനല്ല, മറിച്ച് തൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ അവിടെ ഉണ്ടോ എന്ന് ഭയന്നാണ്. ശ്രീനിവാസൻ രാഘവൻ്റെ കയ്യിലെ മുറിവ് പരിശോധിച്ചു. ഈ മുറിവ് പുതിയതാണ്. എന്നാൽ കൊലപാതകി ഉപയോഗിച്ച പട്ടുനൂൽ ജനലിൽ കുടുങ്ങിയത് വളരെ തന്ത്രപരമായാണ്. അത് രാഘവനെ കുടുക്കാൻ കൊലപാതകി ഒരുക്കിയ കെണിയായിരുന്നു. ശ്രീനിവാസൻ ജനലിന് താഴെ വീണു കിടന്നിരുന്ന ഒരു ചെറിയ വസ്തു എടുത്തു. അതൊരു നാടകത്തിലെ വേഷഭൂഷാദികൾക്ക് ഉപയോഗിക്കുന്ന കൃത്രിമ മീശയുടെ ഭാഗമായിരുന്നു. യഥാർത്ഥ കൊലപാതകി ഒരു മികച്ച വേഷധാരിയാണ് ഡോക്ടർ, ശ്രീനിവാസൻ പറഞ്ഞു. അയാൾ രാഘവനെ പോലെ വേഷം കെട്ടി ഇവിടെ വന്നു. നമുക്ക് നാളെ മാധവൻ്റെ അടുത്തേക്ക് ഒരിക്കൽ കൂടി പോകണം, പക്ഷേ ഒരു വക്കീലായല്ല, ഒരു നാടകപ്രേമിയായി. അടുത്ത ദിവസം രാവിലെ ശ്രീനിവാസൻ പതിവിലും ശാന്തനായിരുന്നു. അദ്ദേഹം തൻ്റെ മുറിയിലിരുന്ന് ചില പഴയ നാടക നോട്ടീസുകൾ പരിശോധിക്കുന്നത് ഞാൻ കണ്ടു. ഡോക്ടർ മേനോൻ, നമുക്കിന്ന് മാധവൻ്റെ കലാക്ഷേത്രം എന്ന നാടക സമിതി സന്ദർശിക്കണം. പക്ഷെ നേരിട്ടല്ല, ശ്രീനിവാസൻ പറഞ്ഞു. ഒരു വേഷപ്പകർച്ച നമുക്കും ആവശ്യമാണ്. അല്പസമയത്തിന് ശേഷം ഒരു പഴയ പത്രപ്രവർത്തകൻ്റെ വേഷത്തിൽ ശ്രീനിവാസനും അദ്ദേഹത്തിൻ്റെ സഹായിയായി ഞാനും മാധവൻ്റെ നാടക ക്യാമ്പിലെത്തി. അവിടെ വരാനിരിക്കുന്ന പുതിയ നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുകയായിരുന്നു. മാധവൻ ആ വേദിയിൽ തകർത്ത് അഭിനയിക്കുകയാണ്. ഒരു ക്രൂരനായ രാജാവിൻ്റെ വേഷമായിരുന്നു അയാൾക്ക്. അദ്ദേഹത്തിൻ്റെ ശബ്ദഗാംഭീര്യവും ചലനങ്ങളും എന്നെ അത്ഭുതപ്പെടുത്തി. റിഹേഴ്സൽ കഴിഞ്ഞപ്പോൾ ശ്രീനിവാസൻ മാധവൻ്റെ അടുത്തേക്ക് ചെന്നു. മാധവൻ സാർ, അതിമനോഹരമായ പ്രകടനം. ഞാൻ കലാവേദി മാസികയിൽ നിന്നാണ്. ശ്രീനിവാസൻ തൻ്റെ വേഷം ഭംഗിയായി അവതരിപ്പിച്ചു. മാധവൻ വിനയത്തോടെ ചിരിച്ചു. നന്ദി, അഭിനയം എൻ്റെ രക്തത്തിലുള്ളതാണ്. സംസാരത്തിനിടയിൽ ശ്രീനിവാസൻ വളരെ തന്ത്രപരമായി മാധവൻ്റെ മുറിയിലെ അലമാരയിലേക്ക് നോക്കി. അവിടെ വരിവരിയായി വെച്ചിരിക്കുന്ന മേക്കപ്പ് ബോക്സുകൾക്കിടയിൽ ഒരു ചെറിയ കുപ്പി ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആനന്ദമന്ദിരത്തിൽ കണ്ട അതേ കുപ്പി. ശ്രീനിവാസൻ ചോദിച്ചു, ഈ വേഷത്തിന് പിച്ചിപ്പൂവ് ഉപയോഗിക്കുന്നുണ്ടോ? മാധവൻ സാറിൻ്റെ പഴയ നാടകങ്ങളിൽ പിച്ചിപ്പൂവ് ഒരു പ്രധാന ഭാഗമായിരുന്നല്ലോ. മാധവൻ്റെ മുഖത്ത് ഒരു നിമിഷം പരിഭ്രമം മിന്നിമറഞ്ഞു. അത് പണ്ട്. ഇപ്പോൾ ഞങ്ങൾ കൃത്രിമ പൂക്കളാണ് ഉപയോഗിക്കുന്നത്. അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ ശ്രീനിവാസൻ എന്നോട് പറഞ്ഞു, ഡോക്ടർ, ആ കുപ്പി കണ്ടല്ലോ, അതിൽ പിച്ചിപ്പൂവിൻ്റെ സത്തല്ല, മറിച്ച് ഡിജിറ്റാലിസ് എന്ന മരുന്നാണ്. ഹൃദയമിടിപ്പ് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന മരുന്ന്. അത് അമിതമായി നൽകിയാൽ ഹൃദയാഘാതം ഉറപ്പാണ്. പക്ഷേ അത് അവിടെ പരസ്യമായി വെച്ചിരിക്കുന്നത് മാധവൻ കുറ്റവാളിയല്ല എന്നതിൻ്റെ സൂചനയാകാം. അതെന്താ അങ്ങനെ? ഞാൻ അതിശയപ്പെട്ടു. ഒരു യഥാർത്ഥ കൊലപാതകി തെളിവുകൾ ഇത്ര പരസ്യമായി വെക്കില്ല. ആ കുപ്പി അവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയാമെന്ന് മാധവന് അറിയാം. എന്നിട്ടും അയാൾ അത് മാറ്റാത്തത് അയാൾക്കൊന്നും ഒളിക്കാനില്ലാത്തത് കൊണ്ടാകാം. അല്ലെങ്കിൽ ശ്രീനിവാസൻ നിർത്തി. അല്ലെങ്കിൽ മറ്റാരോ മാധവൻ്റെ വേഷം കെട്ടി ആനന്ദമന്ദിരത്തിൽ പോയിരിക്കുന്നു. മാധവനെ പോലെ വേഷം കെട്ടാൻ ആർക്കാണ് സാധിക്കുക? മാധവൻ്റെ അതേ ഉയരവും ശബ്ദവുമുള്ള മറ്റൊരാൾ അവിടെ ഉണ്ടാവണം. ഞങ്ങൾ തിരികെ വക്കീൽ പത്മനാഭൻ പിള്ളയുടെ ഓഫീസിലേക്ക് തിരിച്ചു.
അവിടെ വെച്ച് ശ്രീനിവാസൻ ഒരു പഴയ കുടുംബചിത്രം ആവശ്യപ്പെട്ടു. ഗോവിന്ദൻ നമ്പ്യാരുടെ കുടുംബചിത്രം. ചിത്രം പരിശോധിച്ച ശ്രീനിവാസൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. "ഡോക്ടർ നോക്കൂ." ചിത്രത്തിൽ ഗോവിന്ദൻ നമ്പ്യാർക്കും മരുമക്കൾക്കും പുറമെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. നമ്പ്യാരുടെ സഹോദരിയുടെ മകൻ ശേഖരൻ. ശേഖരനെക്കുറിച്ച് വക്കീൽ ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല. "ആരാണ് ഈ ശേഖരൻ?" ശ്രീനിവാസൻ വക്കീലിനോട് ഗൗരവത്തിൽ ചോദിച്ചു. വക്കീൽ വിക്കി: അത് ശേഖരൻ 10 വർഷം മുൻപ് ഒരു അപകടത്തിൽ മരിച്ചു പോയതാണ്." ശ്രീനിവാസൻ ആ ചിത്രം തൻ്റെ ലെൻസിലൂടെ സൂക്ഷ്മമായി നോക്കി. "മരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ ഈ കണ്ണുകൾ ഞാൻ ഇന്ന് എവിടെയോ കണ്ടു." ശ്രീനിവാസൻ വേഗത്തിൽ പുറത്തേക്ക് നടന്നു. "ഡോക്ടർ, നമുക്ക് സമയം കുറവാണ്. കൊലപാതകി അടുത്ത നീക്കത്തിന് തയ്യാറെടുക്കുകയാണ്. ഇത്തവണ ലക്ഷ്യം മരുമക്കളിൽ ഒരാളാണ്." ശ്രീനിവാസൻ്റെ വാക്കുകൾ എന്നെ ഭയപ്പെടുത്തി. മരിച്ചുപോയി എന്ന് എല്ലാവരും കരുതിയ ശേഖരൻ മടങ്ങി വന്നിട്ടുണ്ടോ? ഞങ്ങൾ വേഗത്തിൽ മാധവൻ്റെ നാടക ക്യാമ്പിലേക്ക് തിരിച്ചു. എന്നാൽ അവിടെ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. റിഹേഴ്സൽ ഹാളിന് പുറത്ത് ആളുകൾ കൂടി നിൽക്കുന്നു. അകത്തുനിന്ന് നിലവിളികൾ ഉയരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ തള്ളിക്കയറി അകത്ത് ചെന്നപ്പോൾ കണ്ടത് വേദിയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന മാധവനെയാണ്. അയാളുടെ വായിൽ നിന്ന് പത വരുന്നുണ്ടായിരുന്നു. "മാറി നിൽക്കൂ!" ശ്രീനിവാസൻ ആഞ്ഞു വിളിച്ചു. ഡോക്ടറായ ഞാൻ ഉടനെ അയാളുടെ പൾസ് പരിശോധിച്ചു. "ശ്രീനിവാസൻ, ഇയാൾക്ക് വിഷബാധ ഏറ്റിട്ടുണ്ട്. ഹൃദയമിടിപ്പ് വളരെ കുറവാണ്. ഉടനെ ആശുപത്രിയിലെത്തിക്കണം," ഞാൻ പറഞ്ഞു. അവിടെയുണ്ടായിരുന്ന വെള്ളം കുടിച്ചതിന് ശേഷമാണ് മാധവൻ കുഴഞ്ഞു വീണതെന്ന് സഹപ്രവർത്തകർ പറഞ്ഞു. ശ്രീനിവാസൻ ആ വെള്ളം പരിശോധിച്ചു. അതിൽ പിച്ചിപ്പൂവിൻ്റെ അതേ മാരകമായ ഗന്ധം. ഗോവിന്ദൻ നമ്പ്യാരെ കൊന്ന അതേ രീതി. പോലീസ് എത്തിയപ്പോഴേക്കും മാധവനെ ആശുപത്രിയിലേക്ക് മാറ്റി. ശ്രീനിവാസൻ ആ വേദിയിലാകെ എന്തോ തിരയുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം അണിയറയിലെ ഒരു കണ്ണാടിക്ക് മുന്നിൽ നിന്നു. അവിടെ ഒരു കുറിപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. "ആദ്യത്തെ അന്ത്യം ആനന്ദമന്ദിരത്തിൽ, രണ്ടാമത്തേത് ഇവിടെ. ഇനി അവശേഷിക്കുന്നത് ഒരാൾ മാത്രം." ശ്രീനിവാസൻ ആ കുറിപ്പ് കയ്യിലെടുത്തു. "ലക്ഷ്യം രാഘവനാണ്. കൊലപാതകി നമ്പ്യാരുടെ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്." "പക്ഷേ എന്തിന്?" ഞാൻ ചോദിച്ചു. "ശേഖരനാണ് ഇതിന് പിന്നിലെങ്കിൽ അയാൾക്ക് എന്ത് നേട്ടമാണുള്ളത്?" "പ്രതികാരം, ഡോക്ടർ. വെറും പ്രതികാരം മാത്രമല്ല, ആ സ്വത്തുക്കൾ കൈക്കലാക്കാനുള്ള തന്ത്രം കൂടിയാണിത്," ശ്രീനിവാസൻ പറഞ്ഞു. വക്കീൽ പറഞ്ഞത് ശേഖരൻ മരിച്ചു എന്നാണ്. എന്നാൽ ആ മരണത്തിൽ എന്തോ ദുരൂഹതയുണ്ട്. ശേഖരൻ ഒരു മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു എന്ന് ഈ ഫോട്ടോയുടെ പുറകിലെ കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കാം. അദ്ദേഹം എനിക്കൊരു പഴയ ഫോട്ടോ കാണിച്ചു തന്നു. അതിൽ ശേഖരൻ പല വേഷങ്ങളിൽ നിൽക്കുന്ന ഓരോ വേഷത്തിലും അയാൾ തിരിച്ചറിയാൻ പറ്റാത്ത വിധം മാറിയിരിക്കുന്നു. "ഇതിനർത്ഥം?" ഞാൻ ഞെട്ടലോടെ പറഞ്ഞു. "കൊലപാതകി നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. ഒരുപക്ഷെ നമുക്ക് പരിചിതമായ മറ്റൊരു മുഖത്ത്." ശ്രീനിവാസൻ പെട്ടെന്ന് വക്കീൽ പത്മനാഭൻ പിള്ളയുടെ ഓഫീസിലേക്ക് വിളിച്ചു. പക്ഷേ ഫോൺ ആരും എടുക്കുന്നില്ല. "നമുക്ക് രാഘവൻ്റെ അടുത്തേക്ക് പോകണം. പോലീസ് കസ്റ്റഡിയിലാണെങ്കിലും അയാൾ സുരക്ഷിതനല്ലായിരിക്കാം." ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ ഇൻസ്പെക്ടർ വർഗീസ് പരിഭ്രമിച്ച് നിൽക്കുകയായിരുന്നു. "ശ്രീനിവാസൻ, ഒരു വലിയ അബദ്ധം പറ്റി. രാഘവനെ ജാമ്യത്തിലിറക്കാൻ വക്കീൽ പത്മനാഭൻ പിള്ളയുടെ സഹായി എന്ന് പറഞ്ഞ് ഒരാൾ വന്നു. രേഖകളെല്ലാം ശരിയായതുകൊണ്ട് ഞങ്ങൾ അയാളെ വിട്ടു. എന്നാൽ ഇപ്പോൾ വക്കീൽ വിളിച്ചു പറയുന്നു അദ്ദേഹം ആരെയും അയച്ചിട്ടില്ലെന്ന്." ശ്രീനിവാസൻ തൻ്റെ വടി നിലത്ത് ശക്തമായി അടിച്ചു. "വൈകിപ്പോയി. കുറ്റവാളി കൃത്യമായി കരുക്കൾ നീക്കുന്നു. രാഘവൻ ഇപ്പോൾ അയാളുടെ കൈകളിലാണ്." ശ്രീനിവാസൻ സ്റ്റേഷനിലെ ഭൂപടം നോക്കി. "അവർ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക?" "കൊലപാതകിക്ക് ഈ നാടകീയത ഇഷ്ടമാണ്. അയാൾ മരണം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നത് ആനന്ദമന്ദിരത്തിൽ വെച്ച് തന്നെയായിരിക്കും." രാത്രിയുടെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ഞങ്ങളുടെ കാർ വഴുതക്കാട്ടിലേക്ക് പാഞ്ഞു. ശ്രീനിവാസൻ സീറ്റിൽ അസ്വസ്ഥനായി ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിരലുകൾ വടിയിൽ താളം പിടിക്കുന്നു.
അത് വലിയൊരു ബുദ്ധിപരമായ പോരാട്ടത്തിൻ്റെ ലക്ഷണമാണ്. ശ്രീനിവാസൻ, ആരാണ് ഈ ശേഖരൻ? എന്തിനാണ് അയാൾ സ്വന്തം കുടുംബത്തെ ഇങ്ങനെ വേട്ടയാടുന്നത്? ഞാൻ ചോദിച്ചു. ശ്രീനിവാസൻ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി പറഞ്ഞു. 10 വർഷം മുൻപ് കുടുംബസ്വത്ത് ചോദിച്ച ശേഖരനെ ഗോവിന്ദൻ നമ്പ്യാരും മരുമക്കളും ചേർന്ന് അപമാനിച്ച് ഇറക്കിവിട്ടു. അതിനുശേഷം നടന്ന ഒരു ബോട്ട് അപകടത്തിൽ ശേഖരൻ മരിച്ചുവെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ആ മരണം അയാൾ തന്നെ കെട്ടിച്ചമച്ചതായിരുന്നു. ഒരു പുതിയ മുഖവുമായി പുതിയ പേരുമായി അയാൾ നമുക്കിടയിൽ തന്നെ ജീവിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആനന്ദമന്ദിരത്തിന് മുന്നിലെത്തി. ഗേറ്റ് തുറന്നു കിടക്കുന്നു. വീടിനുള്ളിൽ ഒരു മങ്ങിയ വെളിച്ചം കാണാമായിരുന്നു. പോലീസ് സംഘം വീടിന് ചുറ്റും നിലയുറപ്പിച്ചു. ശ്രീനിവാസൻ പതുക്കെ അകത്തേക്ക് നടന്നു. ഹാളിൻ്റെ നടുവിൽ ഒരു കസേരയിൽ രാഘവൻ കെട്ടിയിടപ്പെട്ട നിലയിലായിരുന്നു. അയാളുടെ വായ മൂടിക്കെട്ടിയിരുന്നു. തൊട്ടടുത്ത് ഒരു മേശപ്പുറത്ത് പിച്ചിപ്പൂക്കൾ ചിതറിക്കിടക്കുന്നു. അതിൻ്റെ ഗന്ധം ആ മുറിയിലാകെ നിറഞ്ഞു നിന്നു. സ്വാഗതം ശ്രീനിവാസൻ. ഇരുട്ടിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അത് വക്കീൽ പത്മനാഭൻ പിള്ളയുടെ ശബ്ദമായിരുന്നു. പക്ഷേ നിഴലിൽ നിന്ന് പുറത്തു വന്ന രൂപം കണ്ടപ്പോൾ ഞങ്ങൾ സ്തംഭിച്ചുപോയി. അത് വക്കീൽ പത്മനാഭൻ പിള്ളയല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ വേഷം ധരിച്ച, മുഖത്ത് മാസ്ക് വെച്ച മറ്റൊരു വ്യക്തിയായിരുന്നു. അയാൾ സാവധാനം തൻ്റെ മുഖത്തെ കൃത്രിമ ആവരണം നീക്കം ചെയ്തു. അവിടെ നിന്നത് മറ്റാരുമല്ല, ഇൻസ്പെക്ടർ വർഗീസിൻ്റെ ജൂനിയർ ഓഫീസറായ സബ് ഇൻസ്പെക്ടർ അനിലായിരുന്നു. അനിൽ, ഞാൻ അവിശ്വസനീയതയോടെ വിളിച്ചു. ശ്രീനിവാസൻ പുഞ്ചിരിച്ചു. അല്ല ഡോക്ടർ, അതൊരിക്കലും അനിലായിരുന്നില്ല. ശേഖരൻ വർഷങ്ങളായി പോലീസിൽ ഒരു വേഷം കെട്ടി ജീവിക്കുകയായിരുന്നു. യഥാർത്ഥ അനിൽ എന്നോ കൊല്ലപ്പെട്ടിട്ടുണ്ടാകണം. ശേഖരൻ പൊട്ടിച്ചിരിച്ചു. അതേ ശ്രീനിവാസൻ, പോലീസിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഈ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യാൻ എളുപ്പമായിരുന്നു. എൻ്റെ അമ്മാവനെ കൊന്നതും മാധവനെ വിഷം കൊടുത്തതും ഞാനാണ്. ഇപ്പോൾ ഇതാ രാഘവനും അവസാനിക്കാൻ പോകുന്നു. ഈ സ്വത്തുക്കൾ ഇനി എൻ്റേതാണ്. അയാൾ ഒരു സിറിഞ്ച് ഉയർത്തിപ്പിടിച്ചു. അതിൽ ആ മാരകമായ പിച്ചിപ്പൂവിൻ്റെ സത്തായിരുന്നു. ഇതുകൂടി ചെന്നാൽ കഥ കഴിയും. ആരും സംശയിക്കില്ല. രാഘവൻ കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് ഞാൻ റിപ്പോർട്ട് എഴുതും. നിൽക്കൂ ശേഖരൻ, ശ്രീനിവാസൻ ശാന്തനായി പറഞ്ഞു. താങ്കൾ ഒരു വലിയ തെറ്റ് ചെയ്തു. ആനന്ദമന്ദിരത്തിലെ ക്ലോക്ക് 12 മണിക്ക് നിർത്തിയത് താങ്കളാണല്ലേ? പക്ഷേ താങ്കൾ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ശേഖരൻ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്ത്? നമ്പ്യാർ മരിച്ച രാത്രിയിൽ 12 മണിക്ക് കനത്ത മഴയായിരുന്നു. എന്നാൽ താങ്കൾ ജനലിലൂടെ ഉപേക്ഷിച്ച ആ പട്ടുനൂൽ തികച്ചും ഉണങ്ങിയതായിരുന്നു. ഒരു മഴയത്തുകൂടി അകത്തു കയറുന്ന ഒരാളുടെ വസ്ത്രത്തിലെ നൂൽ എങ്ങനെ ഉണങ്ങിയിരിക്കും? അവിടെയാണ് എനിക്ക് ആദ്യത്തെ സംശയം തോന്നിയത്. താങ്കൾ ആ തെളിവ് അവിടെ ബോധപൂർവം ഇട്ടതാണ് രാഘവനെ കൊടുക്കാൻ. ശേഖരൻ ദേഷ്യത്തോടെ രാഘവൻ്റെ അടുത്തേക്ക് നീങ്ങി. നിന്റെ ബുദ്ധിക്ക് ഇതൊന്നും തടയാനാവില്ല ശ്രീനിവാസൻ. പെട്ടെന്ന് വീടിൻ്റെ 4 ഭാഗത്തു നിന്നും തോക്കുകളുമായി പോലീസ് സംഘം ഇരച്ചു കയറി. ഇൻസ്പെക്ടർ വർഗീസും വക്കീൽ പത്മനാഭൻ പിള്ളയും അവരോടൊപ്പം ഉണ്ടായിരുന്നു. പോലീസിനെ കണ്ടതും ശേഖരൻ്റെ മുഖത്തെ ഭാവം മാറി. അയാൾ പെട്ടെന്ന് രാഘവൻ്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് പിന്നിലേക്ക് നീങ്ങി. ആരും അടുക്കരുത്, അടുത്തേക്ക് വന്നാൽ ഇവൻ്റെ ശവം വീഴും, ശേഖരൻ ആക്രോശിച്ചു. ഇൻസ്പെക്ടർ വർഗീസ് തോക്ക് താഴ്ത്തി. ശേഖരൻ, നീ ചതിക്കുകയായിരുന്നു. സബ് ഇൻസ്പെക്ടർ അനിലിൻ്റെ വേഷത്തിൽ നീ ഞങ്ങളെ എല്ലാവരെയും വഞ്ചിച്ചു. ശ്രീനിവാസൻ വളരെ ശാന്തനായി മുന്നോട്ട് നടന്നു. ശേഖരൻ, നീ തോറ്റു കഴിഞ്ഞു. നീ ഉപയോഗിച്ച സിറിഞ്ചിലെ മരുന്ന് ഞാൻ നേരത്തെ തന്നെ മാറ്റിക്കഴിഞ്ഞു. നിന്റെ മേക്കപ്പ് ബോക്സിലെ ഡിജിറ്റാലിസ് കുപ്പിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? മാധവൻ്റെ മുറിയിൽ നീ അത് വെച്ചത് അവനെ കൊടുക്കാനായിരുന്നു. പക്ഷേ നീ അറിയാതെ നിന്റെ അതേ തന്ത്രം ഞാൻ നിനക്കെതിരെയും പ്രയോഗിച്ചു. ശേഖരൻ ഞെട്ടിപ്പോയി. നീ എങ്ങനെ അറിഞ്ഞു?
വളരെ ലളിതം, ശ്രീനിവാസൻ പറഞ്ഞു. നീ മാധവനെ വിഷം കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഒരു പ്രത്യേക സിഗരറ്റിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. ആ ബ്രാൻഡ് സിഗരറ്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അനിൽ, അതായത് നീ വലിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. പോലീസുകാരനായ അനിൽ എന്തിനാണ് ഒളിച്ചിരുന്ന് സിഗരറ്റ് വലിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് നിന്റെ വേഷപ്പകർച്ചയെക്കുറിച്ച് എനിക്ക് സംശയം തോന്നിയത്. ശേഖരൻ പതറുന്നത് കണ്ട് ഇൻസ്പെക്ടർ വർഗീസ് ആംഗ്യം കാണിച്ചു. പെട്ടെന്നൊരു കോൺസ്റ്റബിൾ പുറകിലൂടെ വന്ന് ശേഖരൻ്റെ കയ്യിലെ കത്തി തട്ടിത്തെറിപ്പിച്ചു. പോലീസ് സംഘം അയാളെ കീഴടക്കി. രാഘവനെ ഞങ്ങൾ കെട്ടഴിച്ചു മാറ്റി. അയാൾ ഭയന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. നന്ദി ശ്രീനിവാസൻ സർ, അല്ലെങ്കിൽ ഇവൻ എന്നെ കൊന്നേനെ. ശ്രീനിവാസൻ ശേഖരൻ്റെ അടുത്തേക്ക് ചെന്നു. നീ ഒരു നല്ല നടനാണ് ശേഖരൻ. പക്ഷേ നിന്റെ തിരക്കഥയിൽ ചില പിഴവുകൾ പറ്റി. ഗോവിന്ദൻ നമ്പ്യാരുടെ മുറിയിൽ പിച്ചിപ്പൂവ് വെച്ചത് നിന്റെ പ്രതികാരത്തിൻ്റെ പ്രതീകമായിട്ടാണല്ലേ? ആ പൂവ് തന്നെയാണ് നിന്നെ പോലീസിലേക്ക് എത്തിച്ചതും. കാരണം ആ അപൂർവമായ പിച്ചിപ്പൂവ് വളരുന്നത് നിന്റെ പഴയ വീടിൻ്റെ പരിസരത്ത് മാത്രമാണ്. ശേഖരൻ തല താഴ്ത്തി നിന്നു. പക്ഷെ അയാളുടെ ചുണ്ടിൽ ഒരു വിചിത്രമായ ചിരി ഉണ്ടായിരുന്നു. നീ ജയിച്ചു എന്ന് കരുതുന്നുണ്ടോ ശ്രീനിവാസൻ? ശേഖരൻ താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു. ഗോവിന്ദൻ നമ്പ്യാരുടെ മരണം വെറുമൊരു പ്രതികാരമായിരുന്നില്ല. ആനന്ദമന്ദിരത്തിൻ്റെ അടിത്തറയിൽ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കണ്ടെത്താൻ നിനക്ക് കഴിയില്ല. പെട്ടെന്ന് ശേഖരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ റിമോട്ട് ബട്ടൺ അമർത്തി. ആനന്ദമന്ദിരത്തിൻ്റെ താഴത്തെ നിലയിൽ നിന്ന് ഒരു വലിയ ശബ്ദം കേട്ടു. കെട്ടിടം ആകെ വിറച്ചു. ഓടിക്കോ, ബോംബ്! ഇൻസ്പെക്ടർ വർഗീസ് വിളിച്ചു പറഞ്ഞു. ഞങ്ങളെല്ലാവരും രാഘവനെയും കൂട്ടി പുറത്തേക്ക് പാഞ്ഞു. സെക്കൻഡുകൾക്കുള്ളിൽ ആനന്ദമന്ദിരത്തിൻ്റെ ഒരു ഭാഗം തകർന്നു വീണു. പൊടിപടലങ്ങൾക്കിടയിൽ ശേഖരൻ അപ്രത്യക്ഷനായി. ആനന്ദമന്ദിരത്തിൻ്റെ ഒരു ഭാഗം തകർന്നു വീണപ്പോൾ ഉണ്ടായ പുകയും പൊടിയും അടങ്ങാൻ മിനിറ്റുകളെടുത്തു. പോലീസ് സംഘം ഉടൻ തന്നെ തിരച്ചിൽ ആരംഭിച്ചു. ശേഖരൻ ആ തകർച്ചയ്ക്കിടയിൽ പെട്ടുപോയോ അതോ ആ പുകമറയ്ക്കുള്ളിലൂടെ ഓടി രക്ഷപ്പെട്ടോ എന്ന് ആർക്കും ഉറപ്പില്ലായിരുന്നു. ശ്രീനിവാസൻ, അയാൾ രക്ഷപ്പെട്ടോ? ഞാൻ പരിഭ്രമത്തോടെ ചോദിച്ചു. ശ്രീനിവാസൻ മറുപടി നൽകിയില്ല. അദ്ദേഹം തകർന്നു വീണ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിലേക്ക് ടോർച്ച് തെളിച്ചു നോക്കുകയായിരുന്നു. അയാൾ ഈ തകർച്ച പ്രതീക്ഷിച്ചിരുന്നു ഡോക്ടർ. ഇത് മരിക്കാനല്ല, മറിച്ച് മറ്റാരും കാണരുതെന്ന് അയാൾ ആഗ്രഹിച്ച ഒരു രഹസ്യം എന്നേക്കുമായി മൂടാനാണ് അയാൾ ശ്രമിച്ചത്. പെട്ടെന്ന് തകർന്ന ഭിത്തിയുടെ അടിയിൽ ഒരു വലിയ കരിങ്കൽ പാളി നീങ്ങിയത് ഞങ്ങൾ കണ്ടു. അതിനടിയിൽ താഴേക്ക് പോകുന്ന ഒരു തുരങ്കം തെളിഞ്ഞു വന്നു. ഇതാണ് ശേഖരൻ പറഞ്ഞ ആ രഹസ്യം, ശ്രീനിവാസൻ പറഞ്ഞു. ആനന്ദമന്ദിരത്തിൻ്റെ അടിത്തറയിൽ പഴയകാലത്തെ ഒരു നിലവറയുണ്ട്. നമ്പ്യാരുടെ കുടുംബത്തിലെ പൂർവികർ സൂക്ഷിച്ച നിധിശേഖരം ഇതിനുള്ളിലുണ്ടാകണം. ഞങ്ങൾ ആ തുരങ്കത്തിലൂടെ താഴേക്കിറങ്ങി. ശ്വാസം മുട്ടിക്കുന്ന ഗന്ധവും ഇരുട്ടും നിറഞ്ഞ ആ പാത ചെന്നവസാനിച്ചത് വിശാലമായ ഒരു മുറിയിലായിരുന്നു. അവിടെ പഴകിയ മരപ്പെട്ടികളും പിത്തള പാത്രങ്ങളും ചിതറിക്കിടക്കുന്നു. എന്നാൽ അവിടുത്തെ ഏറ്റവും ഭയാനകമായ കാഴ്ച അതായിരുന്നില്ല. ആ നിലവറയുടെ മധ്യത്തിൽ ഒരു മനുഷ്യൻ്റെ അസ്ഥികൂടമുണ്ടായിരുന്നു. അതിൻ്റെ കയ്യിൽ ഒരു പഴയ ലോക്കറ്റ് തിളങ്ങുന്നുണ്ടായിരുന്നു. ശ്രീനിവാസൻ ആ ലോക്കറ്റ് എടുത്ത് പരിശോധിച്ചു. അതിലൊരു പേര് കൊത്തിവെച്ചിരുന്നു, മാധവി. ഇത് ഗോവിന്ദൻ നമ്പ്യാരുടെ കാണാതായ സഹോദരിയാണ്, അതായത് ശേഖരൻ്റെ അമ്മ. ശ്രീനിവാസൻ്റെ ശബ്ദത്തിൽ ഞെട്ടലുണ്ടായിരുന്നു. പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് ഒരു നിഴൽ രൂപം പുറത്തു വന്നു. അത് ശേഖരനായിരുന്നു. അയാളുടെ ദേഹമാകെ മുറിവേറ്റിരുന്നു. കയ്യിലൊരു റിവോൾവറും. അതെ, ശ്രീനിവാസൻ, ശേഖരൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. സ്വത്തിനു വേണ്ടി ഗോവിന്ദൻ നമ്പ്യാർ സ്വന്തം സഹോദരിയെ കൊന്ന് ഇവിടെ കുഴിച്ചു മൂടിയതാണ്. ഇത് അറിഞ്ഞപ്പോഴാണ് ഞാൻ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചത്. എനിക്ക് നിധി വേണ്ടായിരുന്നു, എൻ്റെ അമ്മയ്ക്ക് നീതി വേണമായിരുന്നു. പക്ഷേ അതിന് നീ മറ്റൊരു കൊലപാതകിയാകണമായിരുന്നോ ശേഖരൻ?
ശ്രീനിവാസൻ ചോദിച്ചു. കൊലപാതകിയോ? ശേഖരൻ ചിരിച്ചു. ഞാൻ ചെയ്തത് ധർമ്മമാണ്. ഈ കുടുംബത്തിൻ്റെ ശാപം ഞാനോടെ അവസാനിക്കും. ശേഖരൻ തോക്ക് തൻ്റെ തലയ്ക്ക് നേരെ വെച്ചു. ശ്രീനിവാസൻ, നീ വലിയ ബുദ്ധിമാനാണ്. പക്ഷേ ഈ കളിയിൽ ജയിച്ചത് ഞാനാണ്. കാരണം ആനന്ദമന്ദിരത്തിലെ അവസാനത്തെ രഹസ്യം ആരും അറിയാതെ ഞാൻ കൊണ്ടുപോവുകയാണ്. ശേഖരൻ, നീ അത് ചെയ്യരുത്, ഞാൻ നിലവിളിച്ചു. പെട്ടെന്ന് ശ്രീനിവാസൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി ശേഖരൻ്റെ കയ്യിലേക്ക് എറിഞ്ഞു. വെടിയുണ്ട ലക്ഷ്യം തെറ്റി ഭിത്തിയിൽ പതിച്ചു. പോലീസ് സംഘം അപ്പോഴേക്കും താഴേക്ക് ഇരച്ചെത്തി ശേഖരനെ കീഴ്പ്പെടുത്തി. ദിവസങ്ങൾക്ക് ശേഷം കൊച്ചിയിലെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ ശ്രീനിവാസൻ ശാന്തനായി ഇരിക്കുകയായിരുന്നു. കേസ് അവസാനിച്ചു. ശേഖരൻ ജയിലിലാണ്. ഗോവിന്ദൻ നമ്പ്യാരുടെ സഹോദരിയുടെ തിരോധാനം ഒരു കൊലപാതകമായിരുന്നു എന്ന് ലോകമറിഞ്ഞു. ശ്രീനിവാസൻ, എങ്ങനെയാണ് നിങ്ങൾ ആ നിലവറയെക്കുറിച്ച് മനസ്സിലാക്കിയത്? ഞാൻ ചോദിച്ചു. ശ്രീനിവാസൻ ചായ മുത്തിക്കുടിച്ചു. ഡോക്ടർ, ആ ക്ലോക്ക് തന്നെയാണ് അവിടെയും സൂചന നൽകിയത്. അത് കൃത്യം 12 മണിക്ക് നിർത്താൻ കാരണം ആനന്ദമന്ദിരത്തിൻ്റെ പ്ലാൻ പ്രകാരം 12 മണി സൂര്യൻ ഉച്ചയിൽ നിൽക്കുമ്പോൾ ജനലിലൂടെ വരുന്ന വെളിച്ചം കൃത്യമായി ആ നിലവറയിലേക്കുള്ള രഹസ്യവാതിലിന് മുകളിൽ വീഴുമായിരുന്നു. ശേഖരൻ അത് കണ്ടെത്തിയിരുന്നു. പിച്ചിപ്പൂവിൻ്റെ രഹസ്യമോ? അത് ശേഖരൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവായിരുന്നു. നമ്പ്യാരുടെ നെഞ്ചിൽ ആ പൂവ് വെച്ചുകൊണ്ട് ശേഖരൻ പറഞ്ഞത്, നീ കൊന്നവൾ നിന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു എന്നാണ്. ഒരു മാനസിക പോരാട്ടമായിരുന്നു അത്. ശ്രീനിവാസൻ ജനലിലൂടെ പുറത്തെ മഴയിലേക്ക് നോക്കി. ബുദ്ധി തെറ്റായ വഴിക്ക് സഞ്ചരിച്ചാൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകും ഡോക്ടർ. ശേഖരൻ ഒരു നല്ല മനുഷ്യനാകേണ്ടവനായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ അയാളെ ഒരു വേഷധാരിയായ കൊലപാതകിയാക്കി. ദൂരെ എവിടെയോ ഒരു പിച്ചിപ്പൂവിൻ്റെ ഗന്ധം വായുവിൽ തങ്ങി നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആനന്ദമന്ദിരത്തിലെ നിഗൂഢതകൾ അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ശ്രീനിവാസൻ്റെ അടുത്ത കേസിനായുള്ള കാത്തിരിപ്പ് തുടങ്ങുകയായി.